ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ 60 മാർക്ക് സ്കോർ ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ GST എൻട്രി, ജേർണൽ എൻട്രി, റെക്ടിഫിക്കേഷൻ എൻട്രി, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എല്ലാ എൻട്രീസും അവിടെ നോക്കി. രണ്ടാമത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ, ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷൻ, അക്കൗണ്ടിങ് ഇക്വേഷൻ, ഈ 3 കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൂടാതെ ഇനി നമുക്ക് ചെയ്യാനിരിക്കുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്രോബ്ലംസൊക്കെ വരുള്ളൂ. അപ്പോൾ ഇനി ഇത് കൂടാതെ നമ്മളതിന് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഈ 4 നമ്മൾ ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ അക്കൗണ്ടിങ് ഇക്വേഷൻ, ഗ്രോസ് പ്രോഫിറ്റും ട്രയൽ ബാലൻസും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തിയറി ഇക്വേഷൻസ് ഓൾറെഡി ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ക്യാഷ് ബുക്കിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ട്രേഡിംഗ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വീഡിയോയും 2 days മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോയും ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോസ് നമ്മൾ ഇതിലൂടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഷീനറി അക്കൗണ്ട്, പെറ്റി ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അത്രയാണ് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് ബാലൻസ് ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിലെ എല്ലാ ലിങ്ക്സും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കൂടി അപ്ലോഡ് ചെയ്തേക്കാം, എല്ലാ ലിങ്ക്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത് നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ഫുള്ളി എനർജറ്റിക് ആണോ, നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണ്, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ എത്രയാണ്, ആരാണ് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്, ചാപ്റ്റേഴ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഒന്ന് നോക്കട്ടെ. ബാറ്ററി പെർസെൻറ്റേജ് ഓരോരുത്തരുടെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേ. സോ നമ്മൾ ആദ്യം ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനാണ് നോക്കുന്നത്. അതൊരു ഷുവർ പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നെറ്റ് സെയിൽസ് അല്ല, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നെറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺസ് കുറച്ചതാണ് നെറ്റ് സെയിൽ. നമുക്ക് ചോദ്യത്തിൽ സെയിൽസ് റിട്ടേൺ തന്നില്ലെങ്കിൽ നിങ്ങൾ വറീഡ് ആകണ്ട, അത് നോക്കണ്ട, അത്രയേ ഉള്ളൂ. സോ നെറ്റ് സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് നെറ്റ് സെയിൽസ് ഇല്ല, ജസ്റ്റ് സെയിൽസ് മാത്രമേ ഉള്ളൂ, അതായത് 90,000. സോ ഓക്കെ, സെയിൽസ് എഴുതി 90,000. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണുന്ന ഇക്വേഷനാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 15,000. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ്. നെറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് കുറച്ചതാണ്. ഇവിടെ പർച്ചേസ് റിട്ടേൺസ് കുറയ്ക്കാനില്ല, സോ പർച്ചേസ് 36,000 മാത്രം എഴുതിയാൽ മതി. പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്? വേജ്, കാരേജ് ഇൻവേർഡ്, ഓയിൽ, ഫ്രൈറ്റ്, ഇതൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതിലുള്ളത് വേജും കാരേജ് ഔട്ട്വേർഡും ആണ് അല്ലേ. കാരേജ് ഔട്ട്വേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് വരില്ല കേട്ടോ, കാരേജ് ഇൻവേർഡ് ഡയറക്റ്റ് എക്സ്പെൻസ് വരുള്ളൂ. സോ വേജസ് 6,000. ഓക്കെ, മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 14,000. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 15,000 പ്ലസ് 36,000 പ്ലസ് 6,000 മൈനസ് 14,000. ഒന്നുകൂടി 15,000 പ്ലസ് 36,000 പ്ലസ് 6,000 മൈനസ് 14,000. അപ്പോൾ എത്ര കിട്ടും? 43,000 ആണോ കിട്ടുന്നത്? കാൽക്കുലേറ്റർ എന്തോ കുഴപ്പമുണ്ടല്ലോ. 36,000 പ്ലസ് 6,000 ഈക്വൽ അതേ മൈനസ് 14,000. യെസ്, 43,000 അല്ലേ. സോ 43,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് കിട്ടുക. സോ 90,000 നിന്ന് ആ 43,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും, കാരണം നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചതാണ്. സോ 90,000 മൈനസ് 43,000 എന്ന് പറയുമ്പോൾ നമുക്ക് 47,000 കിട്ടും. സോ ഗ്രോസ് പ്രോഫിറ്റ് 47,000 ആണ്. സിമ്പിളാണ്, ചെയ്തു. ഇനി അടുത്തത് ഇതല്ല, ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസറ്റ്. ഓക്കെ, ശ്രദ്ധിക്കുക, അസറ്റും അതുപോലെ തന്നെ എക്സ്പെൻസും, ഈ 2 പേരെയും എന്താ ചെയ്യാൻ പാടുള്ളൂ? ഡെബിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, ഈ 3 പേരെയും ക്രെഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത്ര അറിഞ്ഞാൽ മതി. മെഷീനറി അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ഡെറ്റർ അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ചെയ്യണം. വേജ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് അസറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലയബിലിറ്റി ആണ്, ക്രെഡിറ്റ് ചെയ്യണം. സെയിൽസ് ഇൻകം ആണ്, ക്രെഡിറ്റ് ചെയ്യണം. റെൻ്റ് ആൻഡ് ടാക്സ് എക്സ്പെൻസ് ആണ്, ഡെബിറ്റ് ചെയ്യണം.
ഇനി എന്ത് ചെയ്താൽ മതി? ഈ ഡെബിറ്റ് ക്രെഡിറ്റ് ഒക്കെ ഇതാ നെയിം ഓഫ് അക്കൗണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്, ട്രയൽ ബാലൻസ് ആസ് ഓൺ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്കണേ. ഓരോന്നും അതിലേക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഇത് മൊത്തം ഈ നെയിംസ് ഒക്കെ ആദ്യം ഇവിടേക്ക് എഴുതി, ഞാൻ എഴുതി സമയം കളയുന്നില്ല. എന്നിട്ട് ഇതാ ഡെബിറ്റിൽ വരുന്നത് ഏതൊക്കെ? 29,700 വരും, 21,600 ഡെറ്റേഴ്സ് വരും, പിന്നെ വേജസ് 15,000 വരും, പർച്ചേസസ് 59,900 വരും, ക്യാഷ് 4,500 വരും, ഓപ്പണിംഗ് സ്റ്റോക്ക് 6,000 വരും, റെന്റ് ആൻഡ് ടാക്സസ് 2,400 വരും. ഇനി ക്രെഡിറ്റിൽ എന്തൊക്കെ വരും? ക്രെഡിറ്റേഴ്സ് 62,800 വരും. ദെൻ പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 2,800 വരും, സെയിൽസ് 73,500 വരും. ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റിലും ക്രെഡിറ്റിലും വരാം. ദെൻ രണ്ടിലും വരുന്നത് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ നമുക്ക് സെയിം എമൗണ്ട് കിട്ടുന്നുണ്ടോ നോക്കാം. 29,700 പ്ലസ് 21,600 പ്ലസ് 15,000 പ്ലസ് 59,900 പ്ലസ് 4,500 പ്ലസ് 6,000 പ്ലസ് 2,400 ചെയ്യുമ്പോൾ നമുക്ക് 1,39,100 ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, 1,39,100 കിട്ടും. ഇനി ഇപ്പുറത്തേം ചെയ്ത് നോക്കാം. 62,800 പ്ലസ് 2,800 പ്ലസ് 73,500 എത്ര വരും? 1,39,100 വരും. സോ അത് ശരിയാണ്, കറക്റ്റാണ്. ദെൻ പ്രൂവ് ദി അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ്. ഇത് ഒരു തവണ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 3 ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബട്ട് വേറെ ഏത് വന്നാലും എങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടി ഞാനിതിലേക്ക് പറഞ്ഞുതരാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോമാറ്റ് ഇങ്ങനെയാണ്. ട്രാൻസാക്ഷൻ അസറ്റ്സ് ഈക്വൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യത്തേത് നമ്മൾ എഴുതാം എ, എന്നിട്ട് ആ ട്രാൻസാക്ഷൻ ചെയ്താൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് എഴുതാം. സോ ക്യാഷ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നത്? അവിടെ ക്യാഷും വന്നു, ക്യാപിറ്റലും വന്നു. ക്യാഷ് ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ ക്യാഷ് ചെയ്താൽ ക്യാഷ് 20,000 രൂപ വന്നു. കൂടാതെ ക്യാപിറ്റലിന് താഴെ ഒന്നും കൂടി ക്യാപിറ്റൽ എന്ന് എഴുതാം, അതും 20,000 വന്നു. സോ 20,000 ഈക്വൽ 20,000 ആദ്യത്തേത് എഴുതി. ഇനി രണ്ടാമത്തേത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. പൈസ കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു. ഗുഡ്സ് വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ 8,000 രൂപ ക്യാഷ് പോയി, ഗുഡ്സ് 8,000 രൂപയുടെ വന്നു. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതണം. സ്റ്റോക്ക് 8,000 രൂപ വന്നു. 8,000 മൈനസ് ചെയ്ത് 8,000 ആഡ് ചെയ്തെന്ന് പറയുമ്പോൾ അവിടെ വേറെ സെയിം ആയിട്ട് പോകുകയാണല്ലോ. അവിടെ വേറെ എഫക്റ്റ് വരുന്നില്ല, 0 ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഇനി അത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞ ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞ് എഴുതണേ. ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ 20ൽ നിന്ന് 8,000 കുറയ്ക്കുമ്പോൾ 12,000 പ്ലസ് 8,000 ഈക്വൽ 20,000 അത് എഴുതി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ചെയ്താൽ അടുത്ത ട്രാൻസാക്ഷൻ സോൾഡ്, ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ചുമ്മാ സിമ്പിളാക്കി ചെയ്താൽ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് എന്താണ്? 5,000 രൂപയുടെ സാധനം 8,000 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ അവിടെ 3,000 രൂപ ലാഭമുണ്ട്. ഓക്കെ, അപ്പോൾ 5,000 രൂപയുടെ സാധനമാണ് പോയത്. സോ സ്റ്റോക്കിൽ നിന്ന് അപ്പോൾ കുറയേണ്ടത് 5,000 രൂപയാണ്. സ്റ്റോക്കിൽ നിന്ന് കുറയേണ്ടത് 8,000 രൂപയാണ്. നമുക്ക് 8,000 രൂപ കിട്ടിയില്ല, കാരണം ഇത് ബാനു ക്രെഡിറ്റ് ആണ്, കടത്തിനാണ് വിറ്റത്. അപ്പോൾ നമുക്ക് എന്ത് വന്നു? ഡെറ്റേഴ്സ് ആണ് വന്നത്. 8,000 രൂപയുടെ ഡെറ്റേഴ്സ് വന്നു. ഓക്കെ, പ്ലസ് 8,000. ഓക്കെ, പിന്നെ എന്താണ്? 3,000 രൂപ ലാഭം കിട്ടി. ലാഭം കിട്ടിയാൽ അത് ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതും ആഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ അത് പുതിയ ഇക്വേഷനാക്കി എഴുതാം. അപ്പോൾ പുതിയ ഇക്വേഷൻ എഴുതുമ്പോൾ ഇവിടെ ന്യൂ ഇക്വേഷൻ എഴുതാം. ന്യൂ ഇക്വേഷൻ ഇവിടെ 12,000, 8,000 നിന്ന് 5,000 കുറച്ചാൽ 3,000, പിന്നെ ഇവിടെ 8,000, പിന്നെ ഇവിടെ ഈക്വൽ ടു 23,000. ഇനി ഇതിൻ്റെ ടോട്ടൽ നോക്കിയേ, രണ്ട് സൈഡിലും കൂടി ഇവിടെ 23,000 ഈക്വൽ 23,000 അല്ലേ? സോ ഇതാണ് ടോട്ടൽ വരുന്നത്. ഓക്കെ, ടോട്ടൽ 23,000 ഈക്വൽ 23,000. ഇതല്ലാതെ അപ്പം മിസ് വേറെ ട്രാൻസാക്ഷൻസ് വരില്ലേ? വേറെ വരും. പക്ഷെ വേറെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതൊരു വേറെ അതല്ലാതെ സെയിൽസും പർച്ചേസും ഇതും വന്നല്ലോ. ഇതല്ലാതെ പിന്നെ വരുന്നതാണ് എക്സ്പെൻസസ്. അപ്പോൾ എക്സ്പെൻസസ് വന്ന എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്യാഷിൽ നിന്നും ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കാം. ഇൻകം വന്നാൽ അപ്പോൾ സാലറി പെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ക്യാഷിൽ നിന്നും കുറയ്ക്കുക, ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുക. സാലറിന്ന് ഹെഡ് ഒന്നും എഴുതാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇൻകം വന്നാൽ എന്ത് ചെയ്യുക? ക്യാഷിൻ്റെ കൂടെയും ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യുക. വേറെ ഹെഡിങ് ഒന്നും എഴുതണ്ട. ഓക്കെ, അത്രയും ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത്രയും ചെയ്താൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി സാധിക്കും. 3 പ്രോബ്ലംസ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കി. അടുത്ത വീഡിയോ അതാ പുറകെ തന്നെ വരുന്നുണ്ട്. മിസ് ഇതിനായിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ടെൻഷൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റ് ചെയ്യുക. ചാനൽ പേജ് കയറി നോക്കുക ഏതെങ്കിലും പുതിയ വീഡിയോസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് കവർ ചെയ്യാനുള്ളത്? ഇനി കവർ ചെയ്യാനുള്ളത് മെഷീനറി അക്കൗണ്ട്, പെറ്റി ക്യാഷ് ബുക്ക്,
ദെൻ പർച്ചേസ് ബുക്ക്, ബാങ്ക് റിക്കൺസിലേഷനാണ്. ബാക്കിയെല്ലാം ചെയ്തതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയല്ലേ? അവസാനം വരെ ആരാ കണ്ടതെന്നൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേ. എത്ര പേര് സത്യസന്ധമായിട്ട് A+ വേണം, ഫുൾ മാർക്ക് വേണം എന്ന് കരുതിയിട്ട് കാണുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.